വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ക്ലാര, ലോകം മറക്കാത്ത 2 ജീവിതങ്ങൾ. ആയിരുന്ന ഇടങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റി, ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധിയുടെ വിളനിലമാക്കി മാറ്റി, തിരുസഭയെ പുണ്യമാക്കിയ 2 വിശുദ്ധ ജന്മങ്ങൾ. ഇരുളടഞ്ഞ 13-ാം നൂറ്റാണ്ടിനെ പ്രകാശിപ്പിക്കാൻ സ്വർഗം തിരഞ്ഞെടുത്ത ഫ്രാൻസിസും ക്ലാരയും ഇന്നും നമുക്ക് മുൻപിൽ ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് മുൻപിൽ നിൽക്കുന്നു. ഫ്രാൻസിസിൻ്റെയും ക്ലാരയുടെയും മക്കൾ അനേകായിരങ്ങൾക്ക് ആശ്വാസമേകാൻ സ്വന്തമായതെല്ലാം വേണ്ടെന്ന് വെച്ച് ലോകം മുഴുവനെയും സ്വന്തമാക്കി ചങ്കോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കുറേയേറെ നല്ല ജീവിതങ്ങൾ. ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥമായ സമർപ്പിത വഴികളെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് സോൾമേറ്റ്സ് ഇൻ ഫെയ്ത്ത്. മോളെ, ഈ കരച്ചിലൊന്ന് നിർത്തൂ. ഫ്രാൻസിസ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? മോളെ, അയാളെ വിടൂ. അയാളൊരു ദൈവപുരുഷനാണ്. എനിക്കങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. റുഫീന തന്ന വസ്ത്രം കൊള്ളാമല്ലേ ഫ്രാൻസിസ്? തണുപ്പിനൊരു ചെറിയ ആശ്വാസമുണ്ട്. ഇന്ന് ഈ ഗുഹയിൽ തന്നെ കഴിയാം. പിന്നെ ഫ്രാൻസിസേ, വല്ല കുഷ്ഠരോഗികളുടെ മണിയടി ശബ്ദം കേട്ടാൽ വിളിച്ചുണർത്താൻ മറക്കല്ലേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ദൈവത്തിന് ഈ ഭൂമിയോട് എന്ത് കാരുണ്യമാണല്ലേ. ഈ ഭൂമി ഇത്ര മനോഹരമായി എന്നും നിലനിൽക്കുമോ? എന്റെ ഫ്രാൻസിസേ, വന്ന് കിടക്കാൻ നോക്ക്. എത്ര ദിവസമായി നന്നായി ഒന്ന് ഉറങ്ങിയിട്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ലിയോ. ഫ്രാൻസിസ്, ലിയോ, നീ എന്തെങ്കിലും അശരീരി കേട്ടോ? എന്നെ ഉറങ്ങാൻ വിടൂ ഫ്രാൻസിസ്. ഫ്രാൻസിസ്, എഴുന്നേൽക്കൂ. ദൈവമേ, എനിക്കൊന്ന് ഉറങ്ങണം. ഞാൻ അവിടുത്തെ പണിക്കാരനല്ലേ. അങ്ങ് കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തില്ലേ? സാൻ ഫാബിയോ പുതുക്കി പണതു. അസീസിയിലെ തെരുവിൽ നൃത്തം ചെയ്ത് പരിഹാസ്യനായി. അപ്പനെയും അമ്മയെയും ഞാൻ ഉപേക്ഷിച്ചു. ഇനിയും എന്നെ ഉറങ്ങാൻ വിടൂ. നേരം പുലരാറ്. എഴുന്നേറ്റ് യാത്ര തുടരും. നിനക്ക് വേണ്ടി മഴ നിർത്തിയില്ല. നീ ഒരു മണിനാഥം കേൾക്കും. അത് ഞാനായിരിക്കും. ഒരു കുഷ്ഠരോഗിയാണ്. നീ അയാളെ വാരി ചുംബിക്കണം. അയ്യോ, കുഷ്ഠരോഗി. ഇത് ഫ്രാൻസിസ് ആണല്ലോ. ഫ്രാൻസിസ്, വരൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എങ്ങോട്ട് പോകാൻ? ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും പറ്റുമോ? ചോരയൊഴുകിയ നീർച്ചാലുകൾ, ത്യാഗമെഴുതിയ താഴ്വരയിൽ പിൻവിളി കേട്ടു നിന്നറിവായി. പിന്തിരിയാതെ നിന്നെ തേടി ഈ മണ്ണിൽ കരുണതൻ കവിതയായി. ചോരയൊഴുകിയ നീർച്ചാലുകൾ, ഫ്രാൻസിസ്, എന്താണ് ഈ ചെയ്യുന്നത്? അരുത്, അത് ചെയ്യരുത്. ഫ്രാൻസിസ്, എന്താണ് ഈ കാണിക്കുന്നത്? വരൂ. അത് ക്രിസ്തുവായിരുന്നു ലിയോ. ഫ്രാൻസിസ്, വരൂ. ഇനിയും ഏറെ നടക്കാനുണ്ട്. ഈ നാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര സുന്ദരമാണ്. സുന്ദരമായ പൊരുളുകൾ, അതിൽ എത്ര സുന്ദരമാണ്.
ഫ്രാൻസിസേ, ഇത് കുറച്ച് കുഴപ്പം പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഭക്ഷണത്തിന് കൈ നീട്ടിയ വീടുകളിൽ നിന്നും പരിഹാസവും കല്ലേറും. സ്നേഹം എന്തെങ്ങാനും പറഞ്ഞാൽ അപ്പ പട്ടി അഴിച്ചുവിടും. ഇതെന്താ, ഈ നാട്ടിലുള്ളവർ ആരെയും സ്നേഹിക്കാറില്ലേ? ലിയോ, നിങ്ങൾക്ക് മടുത്തോ? അതൊന്നും സാരമില്ല ഫ്രാൻസിസ്, എല്ലാം കർത്താവിന് വേണ്ടിയല്ലേ. ഫ്രാൻസിസ്, താങ്കളുടെ പേര് കേട്ടാൽ ഈ നാട് മൊത്തം ഒരുമിക്കുന്ന ഒരു നാൾ വരും. സുഹൃത്തെ, നിങ്ങൾ യഥാർത്ഥ ആനന്ദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരവിടെ? ആരാ നിങ്ങള്? എന്താ ഈ മുതുപാതിരയ്ക്ക്? ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ഞങ്ങൾക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. ഈ രാത്രിയിൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ക്രിസ്തുവിന്റെ ദാസന്മാരാണെന്ന് വേറെ പണി നോക്ക്. സഹോദരൻ, ഞങ്ങളോട് അല്പം ദയ കാട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കാൻ നടന്ന് ഞങ്ങൾ ക്ഷീണിതരാണ്. ഒരു കഷ്ണം റൊട്ടി, ഒന്ന് തല ചായക്കാൻ ആശ്രമത്തിൽ ഒരു മൂല, അത്രയും മതി. നിങ്ങൾ ഈ രാത്രിയിൽ ഇത്രയും നേരം എവിടെയായിരുന്നു? നിങ്ങൾ കൊള്ളക്കാരല്ലേ? ഈ ആശ്രമം കവർ ചെയ്യാൻ വന്നവരല്ലേ? സഹോദര, ക്രിസ്തുവിനെ പ്രതി ഞങ്ങളോട് കരുണയാണ്. പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? അമ്മേ, അടിക്കില്ലേ? അയ്യോ, നിർത്തൂ. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇനി നീ അടിച്ചാൽ എന്റെ ഈ ഊന്നുവടിയുടെ ചൂട് നീ അറിയും. അരുതില്ലയോ? അയാൾ തല്ലിക്കോട്ടെ, ആളുകളെ പോലെ തല്ലുകൊള്ളൂ. ആദ്യത്തെ മര്യാദ എന്തെന്ന് അറിയാത്ത വിശുദ്ധ അസംഭവമേ വിടാം. ലിയോക്ക് ഇനി നിന്റെ ആവശ്യമില്ല. ഫ്രാൻസിസ്, ഇനി എങ്ങോട്ടാണ്? ഞാൻ ജനിച്ചു വീണ എന്റെ പ്രിയ നാട്ടിലേക്ക്. അസീസിക്ക് ഒരു പിടി മണ്ണ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ടില്ലയോ? ഞാൻ എവിടെ കിടന്ന് മരിച്ചാലും നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നടക്കണം. ഫ്രാൻസിസ്, നാണമില്ല മനുഷ്യ നിങ്ങൾക്ക്? ഞാൻ എന്തിനു നാണിക്കണം? ആരുടെ മുമ്പിലാണ് ഞാൻ നാണിക്കേണ്ടത്? അപ്പന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, എന്റെ മുമ്പിൽ. നിങ്ങൾ എവിടെയൊക്കെയാണ് അലഞ്ഞു നടക്കുന്നത്? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? നടു റോഡിൽ സർക്കസ് കോമാളികളെ പോലെ നൃത്തം ചെയ്യുന്നു, കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ചങ്ക് പിളരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെയും. നിങ്ങൾ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഇല്ല ക്ലാര, എനിക്കതിനാകില്ല. നമുക്ക് വേണ്ടി നിലവഴിക്കുക. ആ മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. എനിക്ക് വഴിമാറി തരൂ. മോളെ, മതി, വരൂ. നമ്മൾ കല്യാണം കഴിക്കരുതെന്നും കുടുംബസമേതം ജീവിക്കരുതെന്നും
കുട്ടികളെ താലോലിക്കരുതെന്നും പറയുന്നത് ആരാണ്? അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അരുത്. നിന്റെ കണ്ണിലെ നക്ഷത്രത്തിളക്കം ഞാൻ കാണാഞ്ഞിട്ടല്ല ക്ലാര. അതിനു മുമ്പേ 1000 നക്ഷത്രങ്ങളുടെ ശോഭയുള്ള ആ സൂര്യ തേജസ്സിനെ ഞാൻ ആത്മാവ് കൊണ്ട് പ്രണയിച്ചു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചു പോക്കില്ല ക്ലാര. ക്ലാര, നമുക്ക് പോകാം. ക്ലാര, ഓ, നീ എന്റേതല്ല ക്ലാര, നീ ക്രിസ്തുവിൻ്റെതാണ്. ഇവിടെയുള്ള ഓരോ കന്യകയും ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിമാരാണ്. അവരെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും എനിക്കാവില്ല. ഫ്രാൻസിസ്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇനിയും പിന്തിരിച്ചു നോക്കാനുള്ള സമയമുണ്ട്. ആ പ്രഭുകുമാരിയെ വേദനിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഫ്രാൻസിസ്? കണ്ണടച്ചാൽ ഈ പ്രകൃതിയുടെ കരച്ചിലാണ്. അങ്ങ് അകലെ എവിടെയോ മല മുഴുവൻ മഴജലം താങ്ങാനാവാതെ ഇടിഞ്ഞു വീണു. 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട ഒരല്പം ജീവൻ ശ്വാസത്തിന് വേണ്ടി വലിയ കുട്ടികളുടെ കരച്ചിൽ കാതുകളുടെ കണ്ണ് പുറത്തകർന്നു. മനുഷ്യൻ പ്രകൃതിയെ ദൈവവസതിയാണെന്ന് മനസ്സിലാക്കാൻ ഒഴുതു പറച്ചതിന്റെ പറയില്ലയോ? ഞാൻ വിശ്രമിക്കണം. ഞാൻ ക്ലാരയെ വിവാദം ചെയ്യണോ? വേണ്ട വേണ്ട ഫ്രാൻസിസ്. ക്രിസ്തുവിന് വേണ്ടി എനിക്ക് പ്രകൃതിയെ നേടണം. ദുരിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. താങ്കൾ എന്റെ കൂടെ നിൽക്കുമോ? ലൗകിക ജീവിതം ഇഷ്ടമുണ്ടായിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ പോകുന്നവനാ ഞാൻ വേറെ എവിടെ പോകുന്നു? എങ്കിൽ വരൂ. കർത്താവിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഫ്രാൻസിസ്, ഒരു സംശയം മാത്രം ബാക്കി. ക്ലാര, അവളോട് ഞാൻ എന്ത് പറയണം? എന്നെ വിശ്വസിക്കില്ലയോ? കർത്താവിന് അവളെ കൊണ്ട് ആവശ്യമില്ല. അവൾ കർത്താവിന്റെ മണവാട്ടിയാണ്. അവളെ പിന്തുടർന്ന് ഒരു വലിയ കന്യകാ സമൂഹം ഉടലെടുക്കും. Claire, you are God's chosen one, gentle, gracious, and so fair. Claire, you are God's precious pearl.